ഐഡിയ ഉണ്ടാവുന്നതും ഇതിന്റെ റിസർച്ച് നടക്കുന്നതും ഒക്കെ ഒരു ഫാമിലി കോർട്ടിൽ നിന്നാണ്. മഹാവീര്യന്റെ സമയത്താണ് ഞാൻ ഈ കഥ ആസിഫിനോട് പറഞ്ഞത്. ഞാൻ അതിന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തതാണ്. ക്യാരവാനിൽ വെച്ച് ഞാൻ ഇതിന്റെ ത്രെഡ് പറഞ്ഞു, നമുക്ക് കേൾക്കാം, രസമുണ്ടടാ. എന്താണ് ഇതിന്റെ ടൈറ്റിൽ എന്താണെന്ന് ചോദിച്ചപ്പം ടൈറ്റിൽ ആഭ്യന്തര കുറ്റവാളി. അത് ഭയങ്കര രസമാണെന്ന് പറഞ്ഞു. ഇപ്പൊ കിഷ്കിന്ധക്കാണ്ഡത്തിൽ ഇപ്പോൾ ഒരിക്കലും അത് എൻ്റെ ചോയ്സ് കൊണ്ടോ അല്ലെങ്കിൽ ഞാനാണ് അതിൻ്റെ സക്സസ് ഫാക്ടർ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിൻ്റെ ആ സ്ക്രിപ്റ്റാണ് അതിൻ്റെ ബ്രില്യൻസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ കണ്ട ഏറ്റവും നല്ല വെള്ളോടി ക്യാരക്ടേഴ്സിൽ ഒന്നായ സാഗർ കൊട്ടപ്പുറം, പിന്നെ ഒന്ന് സ്റ്റേജിൽ പെർഫോമൻസ് കണ്ടിട്ടുള്ള അയ്യപ്പ ബൈജു. ഈ രണ്ട് ക്യാരക്ടേഴ്സിലേക്കും ഒരു ചായ്വ് വരരുതെന്നുള്ളതായിരുന്നു ഈ പ്രിൻസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം. ഓപ്പറേഷൻ ചാവയുടെ ക്യാമറാമാൻ, അതായത് ഞങ്ങൾ ആദ്യം ചെയ്യുന്ന പടം ആനപ്പറമ്പിലെ വേൾഡ് കപ്പാണ് ഫായിസുമായിട്ട്. അപ്പൊ അവൻ തന്നെയാണ് ഓപ്പറേഷൻ ചാവയും ചെയ്യേണ്ടതാ. ആ ഒരു ബന്ധത്തിന്റെ പേരിൽ ആ ലൊക്കേഷനിൽ പോയതാ. തരുൺ മൂർത്തിക്ക് ഒരു തമിഴിനെ വേണം, ഇത്തിരി വണ്ണമുള്ള, കണ്ടൊക്കെ ഇത്തിരി ചോന്നിരിക്കുന്ന. ഞാൻ ഏകദേശം ഈ കൊല്ല് ഗെറ്റപ്പിൽ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു എന്നാ തമിഴിനായിട്ട് വെച്ചു. അങ്ങനെ പോയതാ. 2025 പോലീസ് ഓഫീസറായിട്ടാണ് തുടങ്ങിയത്. ഇപ്പൊ കുറ്റവാളിയെ 2 മാസം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും മിക്സ് സാധനം വരുന്നുണ്ടോ, പോലീസും കുറ്റവാളിയും കൂടെ ചേർന്നിട്ട്? 2025 ആദ്യ 50 കോടി ക്ലബിൽ കയറിയ മലയാള സിനിമയിലെ നായകനും ആ നായകനെ വെച്ച ആദ്യ സിനിമ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറുമാണ് ഇന്ന് എൻ്റെ കൂടെ ക്ലബ് സ്റ്റുഡിയോയിലുള്ളത്. ആഭ്യന്തര കുറ്റവാളിയുടെ വിശേഷങ്ങളുമായിട്ട് ആസിഫ് അലി ആൻഡ് സേതുനാഥ് പത്മകുമാർ, വെൽക്കം. താങ്ക് യു. ഫസ്റ്റ് തന്നെ കുറേ കുറ്റവാളികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ആഭ്യന്തര കുറ്റവാളി ആദ്യമായിട്ടാണ്. സോ ഹൂ ഈസ് ആൻ ആഭ്യന്തര കുറ്റവാളി? ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ടേം എങ്ങനെയാ വന്നതെന്ന് ഞാൻ പറയാം. എന്തുകൊണ്ടാ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം കുറ്റവാളിയാക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. ഇപ്പം നമ്മുടെ സ്റ്റേറ്റിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആഭ്യന്തരം ആണ്. അപ്പൊ അതിൽ നിന്നുള്ള ആഭ്യന്തരവും ഒരു കുറ്റവാളി കൂടെ ചേർത്താണ് ആഭ്യന്തര കുറ്റവാളി. കട്ട് ചെയ്തെടുത്താണല്ലേ? അതെ. അത് ഇതിനകത്ത് തന്നെ ഒരു നമ്മൾ ട്രെയിലർ കണ്ട് ടുവേർഡ്സ് എൻഡ് ആയപ്പോൾ ഈ പോസ്റ്റർ എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറ്റവാളിയുടെ വിലങ്ങും അവിടെ ഉണ്ട്. ആ വിലം കഴിക്കാനുള്ള താക്കോൽ അതിന്റെ കായലും ഉണ്ട്. എന്തെങ്കിലും ഹിഡൻ കോഡ് വല്ലതും ആണോ? ഡയറക്ടർ ബ്രില്യൻസ്. മറ്റേ ചുറ്റി കണ്ടില്ലേ? മറ്റേ ഊവിന്റെ അവിടെ അല്ലേ? അതല്ലേ? ആ, ഇപ്പൊ എന്തെങ്കിലും ഇതുണ്ടോ കോഡ് സംതിങ്? കാരണം ഇപ്പോൾ ഒരുപാട് പേര് ഇതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് പോസ്റ്റർ മേക്കിങ്ങിൽ തന്നെ ഇപ്പൊ ഇടയ്ക്ക് സൂക്ഷ്മദർശിനിയുടെ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. സിനിമ കണ്ടതിന് ശേഷം ആ ലെൻസ് വരുന്ന ഏരിയ ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് പുറത്തു പറയാൻ പറ്റത്തില്ലെന്ന് അറിയാം. പക്ഷെ എന്നാൽ അത് ഉണ്ടോ? ഇതിലെന്ത് അങ്ങനെ സംഭവം ഉണ്ടോ? അല്ലെ, കഥ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഏതാണെന്ന്, കഥ നടക്കുന്ന ഈ കഥയുടെ കണ്ടന്റും അതിന്റെ പരിസര പ്രദേശങ്ങളും ഒക്കെ കുറ്റവാളി ഉണ്ടാക്കിയത്. അതെ, ശരി. ഇപ്പോൾ സേതുചേട്ടൻ്റെ ഡെബ്യൂ സിനിമയാണ്. പൊതുവെ ആസിഫിക്കിനെ കുറിച്ച് എല്ലാവരും പറയുന്ന സംഭവമാണ് ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല. ഈ കഥ പറയാൻ വിളിച്ചപ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞു, ഫോൺ വിളിച്ചപ്പോൾ എടുത്തോ? ഫസ്റ്റ് റിങ്ങിൽ എടുത്തോ? ഞങ്ങള് മഹാവീര്യന്റെ സമയത്താണ് ഞാൻ ഈ കഥ ആസിഫിനോട് പറഞ്ഞത്. ഞാൻ അതിന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പൊ ആ സമയത്ത് ക്യാരവാനിൽ വെച്ച് ഞാൻ ഇതിന്റെ ത്രെഡ് പറഞ്ഞു, നമുക്ക് കേൾക്കാം, രസമുണ്ടടാ എന്ന് പറഞ്ഞു. എന്താണ് ഇതിന്റെ ടൈറ്റിൽ എന്താണെന്ന് ചോദിച്ചപ്പം ടൈറ്റിൽ ആഭ്യന്തര കുറ്റവാളി. അത് ഭയങ്കര രസമാണെന്ന് പറഞ്ഞു. അടുത്ത ഈ സിനിമ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് അടുത്തൊരു സിനിമയുടെ വർക്കിലിരുന്നപ്പോൾ ഞാൻ പോയി കഥ പറഞ്ഞു. ശരി. അതൊക്കെ ഫാസ്റ്റ് ആയിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പൊതുവെ സിനിമയൊക്കെ നമ്മൾ എഴുതി ലൈക്ക് ഫസ്റ്റ് ടൈറ്റിലിന് മുമ്പായിട്ട് കാണിക്കുമല്ലോ, ഈ സിനിമ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരായിട്ടൊരു ബന്ധമില്ലെന്ന് പറഞ്ഞിട്ട്. ശരിക്കും പക്ഷേ ഈ കഥയിൽ എങ്ങനെ എന്തെങ്കിലും റെഫറൻസോ കാര്യങ്ങളോ ഉണ്ടോ? ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് പേരെ, ഈ സമൂഹത്തിൽ ഒരുപാട് പേരെ, ഇപ്പം സഹദേവൻ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്, സഹദേവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാട് പേരെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് ഡയറക്റ്റായിട്ട് ഒരാളുടെ റെഫറൻസസ് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഇത് ഫേസ് ചെയ്തിട്ടുള്ള, ഇതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പേരെ, ഇപ്പോൾ ഇതിൻ്റെ ഐഡിയ ഉണ്ടാവുന്നതും ഇതിൻ്റെ റിസർച്ച് നടക്കുന്നതും ഒക്കെ ഒരു ഫാമിലി കോർട്ടിൽ നിന്നാണ്. അപ്പോൾ ആ ഫാമിലി കോർട്ടിൽ ഉണ്ടായിട്ടുള്ള പല ക്യാരക്ടേഴ്സും, ഇപ്പം സിദ്ധു ചെയ്യുന്ന പീറ്റർ എന്ന് പറഞ്ഞ ക്യാരക്ടറും, സഹദേവൻ, മക്കാരിക്ക എന്ന് പറഞ്ഞ ഹരിശ്രീ അശോകൻ ചെയ്യുന്ന ക്യാരക്ടർ, ഇവരെ എല്ലാവരെയും നമ്മൾ സമൂഹത്തിൽ കാണുന്നവരാണ്. ഇവരെല്ലാം പറ്റി നമ്മൾ ന്യൂസിലൂടെ അല്ലാതെയും ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ ഈ കഥ കേൾക്കുമ്പോഴുള്ള ഏറ്റവും വലിയൊരു അട്രാക്ഷൻ, നമ്മൾ പറയേണ്ട, അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കുറേ പ്രശ്നങ്ങളും ആളുകൾക്ക് എല്ലാവർക്കും അറിയാഞ്ഞിട്ടും വേണ്ട രീതിയിലുള്ളൊരു റിയാക്ഷൻ കിട്ടാതിരുന്ന
ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയാണ് ഇതിൽ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. കാരണം ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ സ്ത്രീധനം, ഡൗറി, ഇതിൻ്റെ ഒരു ആംഗിളാണ്. സിനിമ നമുക്കറിയില്ല, സിനിമ കാണാത്തതുകൊണ്ട് അറിയില്ല. പക്ഷേ അതിനെ ബേസ് ചെയ്ത് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ നമ്മുടെ സമൂഹത്തിൽ കുറേ നടക്കുന്നത്. പൊന്മാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ചോദിച്ചത്, എവിടെയെങ്കിലുമൊക്കെ ഈ റെഫറൻസസ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഉണ്ട്. നമുക്കിപ്പോൾ പൊന്മാൻ പറയുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ ഒരു പെർട്ടിക്കുലർ കൾച്ചറിനെ പറ്റിയാണ് പറഞ്ഞത്. പക്ഷേ ഇത് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ നമുക്ക് എവിടെ വേണമെങ്കിലും കല്യാണം നടക്കുന്നിടത്തോ അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനുമായിട്ടൊരു റിലേഷനുള്ള എവിടെ വേണമെങ്കിലും ഈ കഥ സംഭവിക്കാനും ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവാനും ഒക്കെ സാധ്യതയുള്ളതാണ്. നമുക്കിപ്പോൾ ഈ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ രേഖാചിത്രമായിരുന്നു മലയാള സിനിമയുടെ ആദ്യ 50 കോടി ക്ലബ്ബിൽ കയറിയ സിനിമ. അതിനു മുമ്പ് ഇപ്പോൾ കിഷ്കിണ്ഡകാന്തം പറയുകയാണെങ്കിൽ, കിഷ്കിണ്ഡകാന്തം ശരിക്കും പറഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ ആസ് എ വ്യൂവർ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഇറ്റ് ഈസ് ആൻ ആസിഫ് അലി സ്റ്റേറ്റ്മെൻറ്റ്. ആ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ബീങ് ആ മൂവി ഒരുപാട് കാണുന്ന ഇത്. പക്ഷേ ഇത് സാധാരണഗതിയിൽ ഇപ്പോൾ ഒരുപാട് പേര് പുറത്തെ രാജ്യങ്ങളിലാവട്ടെ കിഷ്കിണ്ഡകാന്തം കണ്ട് റിയാക്ഷൻ വീഡിയോസൊക്കെ യൂട്യൂബിലിട്ടിട്ടുണ്ട്. മലയാള സിനിമ പുറത്തെ ആൾക്കാർ കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേനും സ്ക്രിപ്റ്റ് സെലക്ഷനിലാവട്ടെ അല്ലെങ്കിൽ ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു ടെൻഷനോ അല്ലെങ്കിൽ ആ ഒരു ഇത് ഫീൽ ചെയ്യാറുണ്ടോ, പ്രഷർ ഫീൽ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ സിനിമകളും ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രഷർ ഉണ്ടാവും. കാര്യം ആ സിനിമ ഞാൻ യെസ് പറയുന്നത് കൊണ്ട് ഒരു സിനിമ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒത്തിരി ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഒരുപാട് എഫേർട്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി ഒരു പരിധിയിലധികം എൻ്റെയും കൂടെയാണ്. അപ്പോൾ അതിന് ഞാൻ ആൻസറബിൾ ആണ്. അപ്പോൾ ആ സിനിമ ഞാൻ ചൂസ് ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ പ്രഷർ ഉണ്ട് തീർച്ചയായിട്ടും. പിന്നെ കിഷ്കിണ്ഡകാന്ഡം എന്നല്ല, ഏതൊരു സിനിമയും അതിൻ്റെ ടെക്നിക്കൽ ടീം, അതിൻ്റെ ഇപ്പം ബാഹുൽ എന്ന് പറഞ്ഞൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സിനിമാറ്റോഗ്രാഫർ ടേൺ സ്ക്രിപ്റ്റ് റൈറ്ററാണ് അത് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ടിൻജിത്ത് എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് സിനിമ ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഒരു ഗ്രൂപ്പായിട്ടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ഗ്രൂപ്പായിട്ടുള്ള ഒരു ശ്രമമാണ് അത്തരത്തിലൊരു സിനിമ സംഭവിക്കുന്നത്. അതും എല്ലാ സിനിമയ്ക്കും അങ്ങനെ ഒരു മികച്ച വിജയം സംഭവിക്കണമെന്നില്ല. അപ്പം പല സമയത്തും നമ്മൾ ഒരു സേഫ് ബെറ്റ് അല്ലാത്തൊരു ഫോർമുല ട്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് റിസ്ക് ഉണ്ട്. ഇപ്പം നമ്മൾ പണ്ട് പറയില്ല, ചിലത് ശരിയാകും ചിലത് ശരിയാകില്ല എന്ന് പറയില്ല. ഇപ്പം കിഷ്കിണ്ഡകാന്ഡത്തിൽ ഇപ്പോൾ ഒരിക്കലും അത് എൻ്റെ ചോയ്സ് കൊണ്ടോ അല്ലെങ്കിൽ ഞാനാണ് അതിൻ്റെ സക്സസ് ഫാക്ടർ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിൻ്റെ ആ സ്ക്രിപ്റ്റാണ് അതിൻ്റെ ബ്രില്യൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ആ സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. എല്ലാവരും അതിനെപ്പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആ സിനിമ നമുക്ക് ആദ്യം കണ്ടു കഴിയുമ്പോൾ അതൊരു ഭയങ്കര സ്ലോ പേസ്ഡ് സിനിമയായിട്ടാണ് അത് തുടങ്ങുന്നത്. അത് കണ്ടു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫ് ലാഗ് എന്ന് പറഞ്ഞൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടേണിലേക്ക് വരുന്നതും പിന്നെ പയ്യെ റിവീൽ ചെയ്ത് വരുന്നത്. അതെല്ലാം ആ സ്ക്രീൻ പ്ലേയുടെ ആ ബ്രില്യൻസ് ആണ്. അതിനോട് 100% ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടാണ് ആ സിനിമയുടെ ഒരു ഫിൽം മേക്കിംഗ് സംഭവിച്ചത്. അപ്പോൾ അതെല്ലാം അതൊരിക്കലും ഒരു രീതിയിലും എൻ്റെ മാത്രം ക്രെഡിറ്റ് അല്ല. കുറെ പേര് അതിന്റെ സ്ക്രീൻ പ്ലേ മഹാരാജ, വിജയ് സേതുപതിയുടെ മഹാരാജ സിനിമയിലെ ഇതുമായിട്ട് പറയുന്നുണ്ടായിരുന്നു. കാരണം രണ്ടും ഏറെക്കുറെ നോൺ ലീനിയർ ടൈപ്പിലോട്ട് പോയിട്ട് സ്ക്രീൻ പ്ലേയുടെ ബ്രില്യൻസ് കൊണ്ട് മാത്രം ഓഡിയൻസിനെ ഹുക്ക് ചെയ്തിരുത്തിയ രണ്ട് സിനിമകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഡയറക്ടറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ആൾക്കാർ നമ്മുടെ മലയാളം കോണ്ടന്റ് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രഷർ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? പക്ഷെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാൻ പോരുന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇപ്പം നമ്മൾ OTT വരുന്നുണ്ട്, പാൻ ഇന്ത്യൻ സിനിമ എന്നൊക്കെ ഉള്ള അറ്റൻഷനിലേക്ക് പോകാതിരിക്കുക. നമ്മുടെ സിനിമ നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പറയുക. അപ്പോഴാണ് ഇതിന് ഒരു മലയാള സിനിമയുടേതായ ഭംഗി കിട്ടുകയും ഇതിന് ഈ പറയുന്ന ഐഡന്റിറ്റി ഉണ്ടാവുകയും നമുക്കിത് എല്ലാവർക്കും മനസ്സിലാവണം. കുറച്ച് ഹിന്ദി കയറ്റാം, കുറച്ച് തമിഴ് കയറ്റാം എന്നൊന്നും പറഞ്ഞ് പ്ലാൻ ചെയ്യാതെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമ 100% നമ്മുടെ സിനിമയായിട്ട് ജെനുവിനായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിന് ഈ പാൻ ഇന്ത്യൻ സ്വഭാവം അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കാതിരിക്കുകയാണ്. സിനിമ നല്ലതാണെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടും, എല്ലായിടത്തും എത്തും. ഡെബ്യൂ ഡയറക്ടേഴ്സിൻ്റെയും ലൈഫിൽ ഒരു പോയിന്റ് വരും. ഇപ്പോൾ എനിക്ക് ഓൾറെഡി ഇപ്പോൾ അസോസിയേറ്റ് ആയിട്ട് ഒരുപാട് വലിയ ഹിസ്റ്ററി ഉണ്ട് സിരിച്ചേട്ടന്. പക്ഷേ ഇപ്പോൾ ഓക്കെ ഞാൻ സിനിമ എടുക്കാൻ റെഡിയാണ്, ഇതായിരിക്കണം എൻ്റെ ആദ്യ സിനിമയെന്ന് റിയലൈസ് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട്. നമ്മളൊരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേനും ആ ഒരു പോയിന്റ് എപ്പോഴാണ് റിയലൈസ് ചെയ്തത്, ഓക്കെ ദിസ് ഇസ് ഇറ്റ്, ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്ന സിനിമ? അതിപ്പം സിനിമയോട് ഡയറക്ടർ ആവണം അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് ആവണം എന്ന് പറയുന്ന ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ MBA കഴിഞ്ഞൊരു 9 വർഷം ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി 1 വർഷം അവിടെ കോഴ്സ് പഠിച്ചിട്ടാണ് വരുന്നത്. ഞാൻ 9 അല്ല, ഞാൻ 3 വർഷം മെക്കാനിക്കൽ എഞ്ചിനീയർ വർക്ക് ചെയ്തിട്ട് ഞാൻ ഒരുപാട് എഞ്ചിനീയർമാരുണ്ട്. അപ്പം അത് കഴിഞ്ഞ് ഒരു 11-12 പടം ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു. പക്ഷെ
അതിനിടയ്ക്ക് മഹാവീര്യർ എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ഞാൻ ആസിഫ് ബ്രോയെ കാണുന്നതും പറയണതും. എനിക്ക് ആ സബ്ജക്റ്റ് ആണ് എന്ന് പറയും. ഇപ്പം എൻ്റെ കയ്യിൽ വേറെയും സബ്ജക്റ്റ് ഉണ്ട്, പക്ഷെ ഇതാണ് ഇപ്പം പറയണ്ടേ എന്നുള്ള എൻ്റെ ഒരു ഇത് നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. അത് ആസിഫ് ബ്രോയോട് പറഞ്ഞപ്പം നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടി എനിക്ക്. ആൻഡ് നമ്മുടെ ബാക്കിയുള്ള ആക്ടേഴ്സിനോട് പറഞ്ഞപ്പോഴും ഇതേ ഒരു വാം വെൽക്കമിങ് ആയിരുന്നു അവരുടെ സൈഡിൽ നിന്നും. ഇങ്ങനെയൊരു സിനിമയും പറയാം എന്ന് പറയുന്നത്. അപ്പം ഇത് പറയപ്പെടാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ സ്വീകാര്യത വേറെ ആയിരിക്കും. പിന്നെ അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. 2025 പോലീസ് ഓഫീസറായിട്ടാണ് തുടങ്ങിയത്. ഇപ്പൊ കുറ്റവാളിയെ 2 മാസം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും മിക്സ് സാധനം വരുന്നുണ്ടോ, പോലീസും കുറ്റവാളിയും കൂടെ ചേർന്നിട്ട്? പോലീസും കുറ്റവാളി ഞാൻ ഇതിന് മുന്നേ ചെയ്തത്. അതിന്റെ സെക്കൻഡ് പാർട്ടിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഇൻഡയറക്ട്ലി കൂമൻ 2 വരുമോ? ഇല്ല, ഇതുവരെ അതിനെപ്പറ്റി ആലോചന ഇല്ല. പക്ഷെ ഞാൻ ജിത്തു സാറിന്റെ കൂടെ ഇപ്പൊ ഒരു സിനിമ ഷൂട്ട് ജസ്റ്റ് കഴിഞ്ഞു വന്നതാണ്. മിറാഷ് എന്നാണ് ആ സിനിമയുടെ പേര്. ഞാനും അപർണയായിരുന്നു ആ സിനിമയിൽ. വേറെ അങ്ങനെ കൂമന്റെ വേറെ സീക്വൽ ഒന്നും ഇതുവരെ പ്ലാനൊന്നും ഇല്ല. അപ്പൊ മിക്കവാറും ആദ്യം വരാൻ പോകുന്ന തലവൻ 2 ആയിരിക്കും. തലവൻ 2ഉം സോഫാർ സ്ക്രിപ്റ്റിലേക്കൊന്നും കടന്നിട്ടില്ല. പക്ഷെ ജിസ്ജോയുടെ കൂടെ അതിനു മുന്നേ മറ്റൊരു സിനിമയുണ്ട്, അത് ബോബി സഞ്ജയ് ആണ് അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അതും അതിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷനിലേക്കൊക്കെ വരുന്ന ഒരു സമയം ആവുന്നതേ ഉള്ളൂ. പൊതുവെ പറയാറുണ്ട് ആക്ടേഴ്സിന് റെഫറൻസ് കൊടുക്കരുത്. ആക്ടേഴ്സിന് റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഒരു ഒത്തൻറ്റിസിറ്റി ചിലപ്പോൾ പോവായിരിക്കും, അല്ലെങ്കിൽ അവരുടെ തിങ്കിങ് മാറുമായിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ അടുത്ത് എപ്പോഴെങ്കിലും കഴിഞ്ഞ 2 വർഷം ചെയ്ത ക്യാരക്ടേഴ്സിൽ എപ്പോഴെങ്കിലും റെഫറൻസ് എടുത്തേ പറ്റത്തുള്ളൂ ആ ഒരു എലമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നോ? എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നൊരു ക്യാരക്ടർ ഈ അഡിയോസ് അമിഗോയിലെ പ്രിൻസ് എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു. കാര്യം അതിൽ 2 ക്യാരക്ടേഴ്സിലേക്ക് മാറരുത് എന്നുള്ളൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നു. ഒന്ന്, നമുക്കെല്ലാം അറിയാം, മലയാളത്തിൽ നമ്മൾ കണ്ട ഏറ്റവും നല്ല വെള്ളോടി ക്യാരക്ടേഴ്സിൽ ഒന്നായ സാഗർ കൊട്ടപ്പുറം. പിന്നെ ഒന്ന് സ്റ്റേജിൽ പെർഫോമൻസ് കണ്ടിട്ടുള്ള അയ്യപ്പ ബൈജു. ഈ 2 ക്യാരക്ടേഴ്സിലേക്കും ഒരു ചായ്വ് വരരുതെന്നുള്ളതായിരുന്നു ഈ പ്രിൻസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്ലാനിങ് നടത്തിയിട്ടുള്ളത്. പിന്നെ റെഫറൻസസ് എടുക്കാതിരിക്കാനാണ് എപ്പോഴും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. നമ്മുടേതായ ഒരു ഐഡന്റിറ്റി ക്യാരക്ടേഴ്സിന് ഉണ്ടാവുക എന്ന് പറയുന്നത് ഏതൊരു ആക്ടറിന്റെയും ഡ്രീമാണ്. മനസ്സിലായി. ഞാൻ ഇടയ്ക്ക് മറ്റേ നമ്മുടെ കിഷ്കിണകാന്തിന്റെ ഇന്റർവ്യൂവിൽ ആസിഫിക്ക പറഞ്ഞു കേട്ടിട്ടുണ്ട്, വിജയരാഘവൻ സാറിന് അദ്ദേഹത്തിന്റെ ഫാദറിന്റെ റെഫറൻസ് നമ്മൾ കൊടുക്കണോ വേണ്ടോ എന്ന് ആലോചിച്ചപ്പോൾ ടീം തീരുമാനിച്ചു കൊടുക്കണ്ട ചിലപ്പോൾ. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ വിചാരിച്ചപ്പോൾ പൊതുവെ ആക്ടേഴ്സിന് അങ്ങനെ അതിന്റെ എന്താ പറഞ്ഞാൽ ഈ അപ്പുപിള്ള എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ക്യാരക്ടറൈസേഷൻ ചെയ്യുന്ന സമയത്ത് ബാഹുലിന്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഞാനാണ് അതിന്റെ സ്ക്രിപ്റ്റ് ആദ്യം വായിക്കുന്നത്. അപ്പൊ ആ സമയത്ത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്, കാര്യം നമ്മളിത് കഥ പറഞ്ഞു വരുമ്പോൾ ആദ്യമേ നമുക്ക് മനസ്സിലാവണമല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് ഗോഡ് ഫാദറിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ ചെയ്ത ക്യാരക്ടറിനെ പറ്റിയിട്ട് റെഫറൻസ് തന്നത്. പക്ഷെ അത് ഒരിക്കലും അദ്ദേഹത്തിനോട് പറയാൻ നമ്മൾ താല്പര്യപ്പെട്ടിരുന്നില്ല. അദ്ദേഹവും അതൊരു രീതിയിലും, കാര്യം അതൊരു ഇൻഡയറക്റ്റ് കമ്പാരിസൺ വരെ സംഭവിച്ചേക്കാം. പക്ഷെ അതിന് വേറൊരു ഐഡന്റിറ്റി കുട്ടേട്ടൻ കൊടുത്തു. ഡെഫിനറ്റ്ലി. ആഭ്യന്തര കുറ്റവാളിയുടെ ട്രെയിലർ കാണുമ്പോൾ നമുക്കറിയാം കല്യാണം കഴിച്ച് പെട്ടുപോയ ഒരാളാണെന്നുള്ളത്. ഓക്കെ, ശരിക്കും കല്യാണം കഴിച്ചിട്ട് എപ്പോഴെങ്കിലും വൈഫിന് മുമ്പിൽ ദൈവമേ പെട്ടു, ഈ കാര്യത്തിന് പെട്ടു എന്ന് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാനൊരു ഇന്റർവ്യൂവിൽ പറയാൻ ആഗ്രഹിക്കുന്നു, പറയാൻ പറ്റുന്നത് ഇല്ല, എന്തെങ്കിലും രസകരമായിട്ടുള്ള സംഭവം, അയ്യോ ദൈവമേ പെട്ട് എന്നുള്ള സംഭവം 2 പേർക്കും പറയാം. ഞാൻ പറഞ്ഞു അത് അടുത്ത പെടലാവും. ഞാൻ ഓൾറെഡി ഡിവോഴ്സ്ഡ് ആയി, ഇനിയിപ്പോ ഒരു പെടാനുള്ള ചാൻസ് ഇല്ല. എനിക്ക് എന്തായാലും സോഫറാക്കാൻ തോന്നിയിട്ടില്ലെന്ന് തോന്നുന്നു. പറ്റിയ ചോദ്യം അതുകൂടെ. അതെ, എല്ലാവരും ബ്രേക്ക് എടുത്ത് വന്നിട്ടാണ് കുറേ മേജർ ക്യാരക്ടർ ചേഞ്ചസ് അല്ലെങ്കിൽ ട്രാക്ക് മാറ്റി കളിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ജഗദീഷ് ചേട്ടനാവട്ടെ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, ഒരു ചാക്കോച്ചനൊക്കെ തന്നെ ഒരു ബ്രേക്കിന് ശേഷം വന്നിട്ടാണ് കംപ്ലീറ്റ്ലി റീസ്ട്രക്ചർ ചെയ്ത്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അതായത് ഒരു കുറച്ച് ടൈം എടുത്ത് എന്താണ് ഈ നെക്സ്റ്റ്, എന്ത് ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യണം, ഒരു ബ്രേക്കിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ അനുരാഗ് കരിക്കുംവെള്ളം സംഭവിക്കുന്നതിന് മുന്നേ ഞാൻ ഓൾമോസ്റ്റ് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിരുന്നു. കാര്യം കുറച്ച് അധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു എൻ്റെ സെലക്ഷനെ പറ്റിയിട്ടും ഒക്കെ. പക്ഷെ കരിക്കുംവെള്ളം ഹിറ്റായി, പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം അങ്ങനെ ഈ അപ്പ് ആൻഡ് ഡൗൺസ് എപ്പോഴും കരിയറിലുണ്ടായിരുന്നു. പക്ഷെ ആ
അത് നമ്മളൊന്ന് ഡൗൺ ആവുമ്പോൾ നമുക്ക് കയറി വരാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ എപ്പോഴും ഉള്ളത് കൊണ്ട് വീണ്ടും വീണ്ടും ഈ പറയുന്ന പോലെ നല്ല പണിയെടുക്കണം എന്നും എന്താണ് എൻ്റെ മിസ്റ്റേക്ക് എന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. എവിടെയെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് സക്സസ് ആയി അല്ലെങ്കിൽ ഒരു സക്സസ് ഫീൽ ചെയ്യുമ്പോൾ ഇത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളത് കൊണ്ട് കുറച്ച് കെയർഫുൾ ആയിട്ട് മൂവ് ചെയ്യണം എന്ന് തോന്നും. അപ്പോൾ ഈ അപ്പ് ആൻഡ് ഡൗൺസ് എപ്പോഴും ലൈഫിൽ ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ മൂഡ് ഫ്ലക്ച്വേഷൻസ് ഐ മീൻ നമ്മളെ ഇമോഷണലി ഇത് എഫക്റ്റ് ചെയ്യും. അത് ഇതിന്റെ ഭാഗമാണല്ലേ. അത് ഇല്ലെങ്കിൽ നമുക്ക് ഈ പണിയെടുക്കാനുള്ളതും നമ്മൾ മനുഷ്യന്മാരല്ലാണ്ടായി പോകും. ആ ഒരു ഫയർ എന്ന് വേണമെങ്കിൽ അതെ. പ്രഷറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നോർമലി ഇപ്പോൾ ഒരു ക്യാരക്ടർ നമ്മൾ എടുത്ത് ചെയ്തത് ഹിറ്റായി ആൻഡ് വി ഗെറ്റ് എ ലോട്ട് ഓഫ് അപ്രിസിയേഷൻ ഫോർ ദാറ്റ്. അടുത്തത് അപ്പോൾ നമ്മളൊരു വെറൈറ്റി ട്രൈ ചെയ്ത് ഭയങ്കര പ്രതീക്ഷ നമ്മൾ വെക്കും. പക്ഷെ അങ്ങനെ ചില സമയങ്ങളിൽ നമുക്ക് ക്യാരക്ടർ അടിപൊളിയായിരിക്കും, സിനിമ തിയേറ്ററിൽ നിന്ന് പോയതിന് ശേഷം എനിക്ക് പിന്നെ ആൾക്കാർ ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലെവൽ ക്രോസിനെ കുറിച്ച് ഇപ്പോൾ ആൾക്കാർ ഒരുപാട് പേര് ആർട്ടിക്കിൾസ് എഴുതുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നെക്സ്റ്റ് എടുക്കാൻ പോകുന്നതിൽ ഭയങ്കര കൺഫ്യൂഷൻ ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് ഈ പറയുന്ന ഈ എക്സ്പെരിമെൻ്റൽ സിനിമ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയോട് നമുക്കൊരു ടെൻഷൻ സ്വാഭാവികമായിട്ടും വരും. അപ്പം അത് ഈ സിനിമയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പം ഞാൻ പക്ഷേ എപ്പോഴും അങ്ങനെയുള്ള സിനിമകളുടെ ഇടയ്ക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നമുക്ക് സിനിമകൾ ചൂസ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പുതുമയുള്ള ക്യാരക്ടേഴ്സും സിനിമകളും ചെയ്യാൻ എപ്പോഴും ഞാൻ ശ്രമിക്കുന്നത്. അത് അതിന് ആപ്റ്റായിട്ടുള്ള സിനിമകൾ വരണം. ഓക്കെ. ഇപ്പോൾ സേവ്ചേൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഈ ലോങ് ഹിസ്റ്ററി ഓഫ് ഇതുണ്ട്, അത് അസോസിയേറ്റ് ADs ഒക്കെ ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് ജാവയിലൊക്കെ തന്നെ ക്യാരക്ടർ ഒരു റോളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആക്ടിങ്ങിലേക്ക് വരുമ്പോഴത്തേനും എപ്പോഴും ഡയറക്ടേഴ്സ് ആക്ട് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ചെയ്യുമ്പോൾ വ്യത്യാസങ്ങൾ വരാറുണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്നും പറയൂല. അതായത് ഇപ്പോൾ ഒരു സംവിധായകൻ അഭിനയിച്ചു, അതിനുശേഷം പിന്നെ അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേനും പുള്ളിയുടെ ആക്ടിങ്ങിലുള്ള പെർസ്പെക്റ്റീവ് തന്നെ മാറി. പിന്നെ ഉറപ്പായിട്ടും അന്നേരം ഭയങ്കര വ്യത്യാസങ്ങളും കറക്ഷൻസും ഒക്കെ തന്നെ വരും. ഇത് എപ്പോഴെങ്കിലും കോൺഫ്ലിക്റ്റിൽ വന്നിട്ടുണ്ടോ? ഈ 2 സിനിമയിൽ അഭിനയിക്കാൻ പോയത് ഞാൻ ആ സിനിമയിൽ വർക്ക് ചെയ്തോണ്ട് പിടിച്ചു നിർത്തി അല്ല, ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഞാൻ ഈ ഓപ്പറേഷൻ ജാവയുടെ ക്യാമറാമാൻ, അതായത് ഞങ്ങൾ ആദ്യം ചെയ്യുന്ന പടം ആനപ്പറമ്പിലെ വേൾഡ് കപ്പാണ് ഫായിസുമായിട്ട്. അപ്പൊ അവൻ തന്നെയാണ് ഓപ്പറേഷൻ ജാവയും ചെയ്യേണ്ടതാ. ആ ഒരു ബന്ധത്തിന്റെ പേരിൽ ആ ലൊക്കേഷനിൽ പോയതാ. തരുൺ മൂർത്തിക്ക് ഒരു തമിഴിനെ വേണം, ഇത്തിരി വണ്ണമുള്ള, കണ്ടൊക്കെ ഇത്തിരി ചുവന്നിരിക്കുന്ന. ഞാൻ ഏകദേശം ഈ കൊല്ല ഗെറ്റപ്പിൽ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു എന്നാ തമിഴിനായിട്ട് വെച്ചു, അങ്ങനെ പോയതാ. അത് ശരി. അതുകൊണ്ട് ഈ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിച്ച പല ആളുകളും ചീത്ത കേൾക്കാതെ രക്ഷപ്പെട്ടു. ഇനി ആക്ടിങ്ങിൽ വന്നപ്പോഴത്തേനും ഇപ്പോൾ ഒരുപാട് പേര് ഈ എന്താ പറയുക ബുക്ക് കൊണ്ട് നടക്കാറുണ്ടെന്ന് പറയും, ഒരു ആക്ടേഴ്സ് ഡയറി പോലെ കൊണ്ട് നടക്കാറുണ്ട്. പക്ഷെ ചിലർ പറയും, ഇപ്പം ഞാൻ ബേസിനോട് ഈ ചോദ്യം ചെയ്തപ്പോൾ ബേസിൽ പറഞ്ഞ് കൺവെൻഷനിൽ അങ്ങനെയൊന്നും നമ്മൾ നോക്കാറില്ല, സ്ക്രിപ്റ്റാണ് നമ്മുടെ റെഫറൻസ്. അപ്പോൾ ആസ് എൻ ആക്ടർ ആസിഫലിയുടെ റെഫറൻസ് എന്താണ്? എൻ്റെ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ ഡയറക്ടറെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ആക്ടറാണ്. എൻ്റെ സ്ക്രിപ്റ്റിനെയും സ്ക്രീൻ പ്ലേയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ആക്ടറാണ്. അപ്പം എൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കരമായ ഒരു മാജിക്കോ അങ്ങനെ ഒരു ഭയങ്കര ഇംപ്രവൈസേഷനോ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും സിനിമയിൽ ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് ഇവരെ ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പം നല്ല സംവിധായകരെ കിട്ടുമ്പോഴാണ് നമ്മുടെ നല്ല പെർഫോമൻസസ് വരുന്നത്. നല്ല സിറ്റുവേഷൻസ് നമ്മുടെ സ്ക്രിപ്റ്റിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉണ്ടാകുന്നത്. ഭയങ്കര പേഴ്സണൽ ചോദ്യമാണ്. പക്ഷെ എന്നാൽ എപ്പോഴെങ്കിലും ഓക്കെ നന്നായിട്ട് ഞാൻ അഭിനയിക്കുന്നുണ്ട്, പക്ഷേ സിനിമ സംവെയർ ഡൗൺ ദ ലൈൻ ഇത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഫീൽ ചെയ്തപ്പോൾ ഡയറക്ടറിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും, ഇത് ഈ ഒരു ട്രാക്കിലല്ല പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട്? ഇഷ്ടം പോലെ. അതിൻ്റെ അകത്ത് നമുക്ക് ഇത് ഒരിക്കലും പേഴ്സണലായിട്ട് കാണേണ്ട, നമ്മൾ ഇതിൻ്റെ അകത്ത് ഇമോഷണലായിട്ട് നിൽക്കുന്നതല്ല, നമ്മളൊരു ടീമായിട്ടാണ് ഒരു സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കറക്റ്റ് അല്ലെങ്കിൽ എൻ്റെ സംവിധായകൻ എന്നോട് പറയാനുള്ള സ്പേസും ഞാൻ കണ്ട പോലെയല്ല ഈ സിനിമ വരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് തിരിച്ച് എൻ്റെ ടെക്നിക്കൽ ടീമിനെ ആരോട് വേണമെങ്കിലും സംസാരിക്കാനുള്ളൊരു സ്പേസ് നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ സിനിമ ചെയ്യാവുള്ളൂ. ഇത് ഒരിക്കലും നമ്മളൊരു വേറെ ഇമോഷണലി കാണുകയോ ഇതിൻ്റെ അകത്തൊരു ഈഗോയോ കോംപ്ലക്സോ ഒന്നും കൊണ്ടുവരാൻ പാടില്ല. സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് കാണുന്ന ഒരു സ്വപ്നം നമ്മൾ വലിയൊരു സ്ക്രീനിൽ വലിയൊരു ഓഡിയൻസിനെ കാണിക്കാനുള്ളതാണ്. അപ്പം ഞങ്ങളെല്ലാവരും സിനിമകൾ അങ്ങനെ കാണുന്ന ആളുകളാണ്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ അല്ലേ നല്ല ചർച്ചകളായിരിക്കും. അതായത് ഒരു സീനിനെ പറ്റി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പം ആസിഫ് ബ്രോ ഇതിൻ്റെ മുമ്പുള്ള 10 സീനിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ ചോദിക്കും, കറക്റ്റ് അല്ലേ ഇവിടെ ഇമോഷൻ, അത് കഴിഞ്ഞിട്ട് ഇനിയുള്ള 5 സീൻ ഏതാ. ഇത് ഞങ്ങൾ എന്നും രാവിലെ 1/2 മണിക്കൂർ ഞങ്ങൾ ഇത് ചെയ്തിട്ടാണ്
ഷൂട്ട് ചെയ്യാൻ ഇറങ്ങാറുള്ളത്. ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. ഉറപ്പായിട്ടും അങ്ങനെയാണ് നല്ല സിനിമകൾ സംഭവിക്കുള്ളൂ. ഒറ്റയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു ഡയറക്ടർക്ക് മാത്രം ഇരുന്നുണ്ടാക്കാൻ പറ്റുന്നതല്ലായിരിക്കും ഒരു സിനിമ. അതിൽ നടന്മാരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവാം, ഈവൻ ടെക്നീഷ്യൻസ്, ഇപ്പോൾ ക്യാമറാമാൻ ചിലപ്പോൾ നല്ലൊരു ലൊക്കേഷൻ കാണുമ്പോൾ ഇവിടെ ഈ ഷോട്ട് വെച്ചാൽ എന്ന് പറഞ്ഞാൽ അയാളായിരിക്കും നല്ല ലൈറ്റിംഗ് ആണെങ്കിൽ ഇന്ന സമയത്ത് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. എഡിറ്റർ, മ്യൂസിക് ഡയറക്ടർ, നമ്മൾക്ക് മ്യൂസിക്കിനെ പറ്റി പറയാനേ പറ്റുള്ളൂ. ഈ ഇമോഷൻ തന്നെ ഇവിടെ അവരാണ് ഫ്രഷ് ആയിട്ടൊരു സാധനം ചെയ്ത് കാണിക്കുന്നത്. അതായിരിക്കും ആ ഒരു മ്യൂസിക് ആയിരിക്കും സീനെ ലിഫ്റ്റ് ചെയ്യണത്. സിനിമ ലൈക്ക് ഇത് സെറ്റ് ചെയ്തു, ഫസ്റ്റ് എല്ലാം ഓക്കെ ആണ്, സിനിമ എടുക്കാൻ തീരുമാനിച്ചു. ഏത് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആരെയാണ് ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്നത്? ഇങ്ങനെ സിനിമ ഞാൻ ചെയ്യുന്നുണ്ട്, ഓൺ ബോർഡ് വരണം എന്ന് പറഞ്ഞിട്ട്. ടെക്നിക്കൽ ടീമിൽ നിന്നായിരിക്കാം, ആക്ടിങ് ടീമിൽ നിന്നായിരിക്കാം, ഉറപ്പായിട്ടും നായകനായിരിക്കുമല്ലോ. നായകന. ഓക്കെ. നോർമലി ലൈക്ക് സിനിമയിൽ അത് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, നോർമലി സിനിമ സെറ്റ് ചെയ്തതിനു ശേഷം ഫസ്റ്റ് ചിലപ്പോൾ ടെക്നിക്കൽ ടീമിൽ നിന്ന് ഓരോരുത്തരെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ആക്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിൽ സംഭവിക്കുന്നതുണ്ട്. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഹൗസ് പോയിട്ട് ഒരു ഡയറക്ടറിന്റെ അടുത്ത് ഒരു സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് ഈ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ സംഭവിക്കുന്നതുണ്ട്. ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ പോയി ഒരു ഡയറക്ടറെ കണ്ടിട്ട് ആ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും കൂടെ ഒരു പ്രൊഡക്ഷനൊക്കെ കാണാറുണ്ട്. അല്ലെങ്കിൽ ഒരു ആക്ടർ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെ വിളിച്ച് അയാൾക്ക് ഒരു ഐഡിയ അല്ലെങ്കിൽ അയാൾക്ക് ചെയ്യാനുള്ള ഒരു സിനിമയെ പറ്റി ഒരു ഐഡിയ കൊടുത്ത് അദ്ദേഹം എഴുതി ഇവർ രണ്ടുപേരും കൂടെ ഒരു ഡയറക്ടറെ കാണലുണ്ട്. അപ്പൊ സിനിമയ്ക്ക് അങ്ങനെ ഒരു ഫോർമുല ഒന്നുമില്ല. സിനിമ പല രീതിയിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ ഫ്രം ഡെബ്യൂ ഡയറക്ടർ വരാനിരിക്കുന്ന ഡെബ്യൂ ഡയറക്ടേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു 3 കീ പോയിന്റ്സ്, ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന 3 കീ പോയിന്റ്സ്. ഒരു ഫിലിം സ്കൂൾ പ്രൊഡക്റ്റിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നല്ലൊരു ഉത്തരം കൊടുക്കും. പുതുതായിട്ട് വരുന്ന ആളുകളോട് ഫസ്റ്റ് സിനിമ ചെയ്യാന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല. സത്യസന്ധമായ ഒരു കാര്യമാണ്. അതായത് ഒരിക്കലും ഡൗൺ ആവാതിരിക്കുക. അതായത് നമുക്ക് നമ്മുടെ സബ്ജക്റ്റിനോടും നമ്മളോടും വിശ്വാസം ഉണ്ടെങ്കിൽ എത്ര പ്രതിസന്ധി വന്നാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം നമുക്ക് നമ്മുടെ ഡ്രീമിന് വേണ്ടിയിട്ട് നമ്മൾ ഇടുന്ന എഫേർട്ട് അത്രയും 100% ജെന്യുവിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആ കസേരയിൽ ഇരിക്കാൻ പറ്റും. നമ്മൾ ആർക്കും സിനിമയ്ക്ക് നമ്മൾ ആരെയും ആവശ്യമില്ല, നമുക്കാണ് സിനിമയെ ആവശ്യം. നമ്മളെല്ലാവരെയും റീപ്ലേസ് ചെയ്യാൻ ആളുകൾ അങ്ങനെ ക്യൂ ആയിട്ട് പുറകിൽ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്നതിൻ്റെ അകത്ത് നമുക്കൊരു സംശയം ഉണ്ടാവാതിരിക്കുക, ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉപയോഗിക്കുക എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.